ഗുഡ് ഈവനിങ്. ഞാൻ ഷാജി കണ്ണൂർ. പാർട്ട്നേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന 186ാമത് ടെലഗ്രാം മീറ്റിംഗിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിലെ നമ്പർ 1 ബിസിനസ് ഓപ്പർച്യൂണിറ്റിയായ പേൾവെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് നമുക്ക് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഡാനിയൽ ജോൺസൺ എന്ന് പറയുന്ന മഹാനായ ആ മനുഷ്യനെ നമുക്ക് വളരെ സ്നേഹത്തോടെ നന്ദിയോടെ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഓർമ്മിക്കാം. കാരണം അദ്ദേഹമാണ് നമുക്ക് ഈ ഒരു കൂട്ടായ്മയിലൂടെ ലോകം മുഴുവൻ ഒരേ സാമ്പത്തിക കുടക്കീഴിലേക്ക് എത്തുക എന്ന സ്വപ്നത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാക്കി നമ്മളെ ഓരോരുത്തരെയും മാറ്റിയത്. പ്രിയപ്പെട്ട പാർട്ട്നേഴ്സ്, ഒത്തിരി പരിമിതികളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. കഴിഞ്ഞുപോയ ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ച് കാലാവസ്ഥയും ദുരിതങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിനേറെ വിഷമിപ്പിച്ച നിമിഷങ്ങൾ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്രതീക്ഷിത സംഭവങ്ങളാൽ നിറഞ്ഞ് കവിഞ്ഞ ഒരു ആകാശം പോലെയാണ്. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ മാറാൻ തയ്യാറാവുന്ന ഓരോ മനുഷ്യനും ഏറ്റവും വലിയ അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പ്രാപ്തി നൽകുന്ന ഒരു സിസ്റ്റമാണ് പേൾവെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂട്ടമായി സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വളരെ വലിയ ഒരു ശക്തി എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിന്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ വലിയ ഒരു സത്യമാണ്. ഞാൻ മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, ഒറ്റയാന്റെ ശൗര്യത്തിനുമപ്പുറം ഒരു വലിയ കൂട്ടത്തിന്റെ വിജയത്തിന്റെ കഥകൾ നമ്മൾ ഒത്തിരി കേട്ടതാണ്. 3.5 വർഷത്തെ ഈ ഒരു യാത്രയിൽ നമ്മോടൊപ്പം കൂട്ടുചേർന്ന ഒത്തിരി ആളുകൾ, പുതുതായി കടന്നു വരുന്ന ആളുകൾ, നമുക്ക് ലോകത്തിൽ മറ്റ് ഏത് സബ്ജക്റ്റിനോടും താരതമ്യം ചെയ്യാൻ കഴിയാത്ത വിധം അത്രയും മനോഹരമായ ഒരു സബ്ജക്റ്റാണ് നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം എന്നതിനപ്പുറത്തേക്ക് പണമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അധികാരങ്ങളെയും ജീവിതങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് പണം എന്ന് പറയുന്ന ശക്തമായ ആ ഒരു ടൂൾ തന്നെയാണ്. പക്ഷെ ഒരു വ്യക്തിക്കും സ്വന്തമായി ഈ ടൂൾ നിർമ്മിച്ചെടുക്കാൻ കഴിയില്ല എന്ന സത്യവും നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഒരു ഊർജം നമ്മളിലേക്ക് ഒഴുകി വരുന്നതിന് പലവിധ വഴികൾ കണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരുപക്ഷെ ജീവിതത്തിന്റെ പകുതിയിലേറെ ഘട്ടം താണ്ടിക്കഴിഞ്ഞ നമ്മൾ ഓരോരുത്തരും ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത ആളുകളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ ഇതുവരെയുള്ള പ്രയാണങ്ങൾക്കിടയിൽ ഈ ഒരു സബ്ജക്റ്റിന്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് ജീവിതത്തിന്റെ മനോഹരമായ പച്ചപ്പിനെ കുറിച്ച് ചിന്തിക്കുകയും കാണുകയും അനുഭവിക്കാൻ തുടങ്ങുകയും ഞാൻ ചെയ്യുന്നത്. അതിനെന്നെ സഹായിച്ചത് വളരെ ആത്മാർത്ഥമായ ഈ സിസ്റ്റത്തിനോടുള്ള ഇഷ്ടവും അതിനോടുള്ള പ്രവർത്തനങ്ങളുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒത്തിരി യാത്രകൾ, ആ യാത്രകൾ ഒരുപാട് ആളുകളെ നേരിട്ട് പരിചയപ്പെടുവാനും ഈ ഒരു സിസ്റ്റത്തിനെ എങ്ങനെയൊക്കെയാണ് ആളുകൾ കണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കുവാനും
എനിക്കും എന്റെ പ്രിയപ്പെട്ട അപ്ലൈൻ മനീഷ് സാറിനും സാധിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തിൽ എന്തിനേക്കാളേറെ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിനെ വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുക, മറ്റൊന്നിനോടും താരതമ്യം ചെയ്യാതെ, നമുക്ക് ചുറ്റുമുള്ള തകർച്ചകളെയും വിജയങ്ങളെയും കമ്പയർ ചെയ്യാതെ, നമ്മുടെ സിസ്റ്റം പോലെ മറ്റൊരു സിസ്റ്റം ലോകത്തിലില്ല എന്ന പൂർണ്ണമായ ഉറപ്പോടുകൂടി നമ്മൾ ഈ സിസ്റ്റത്തെ സമീപിച്ചാൽ, നാളെ നിങ്ങളുടെ പേരിലായിരിക്കും നിങ്ങളുടെ നാട്, എന്റെ പേരിലായിരിക്കും എന്റെ നാട്, നമ്മുടെ എല്ലാവരുടെയും പേരിലായിരിക്കും നമ്മുടെ നാട് അറിയപ്പെടാൻ പോകുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ട ജനാർദ്ദനൻ ബാബു സാറാണ്. അദ്ദേഹം ഒരു കായിക അധ്യാപകനായി റിട്ടയർമെന്റ് ചെയ്ത ആളാണ്. ഒരു റിട്ടയർമെന്റ് ജീവിതം എങ്ങനെയാണ് ഒരു മനുഷ്യന് വളരെ മനോഹരമായി ആസ്വദിക്കാൻ കഴിയുക, ഒപ്പം നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി മാറുന്നത് എന്ന് നമുക്ക് കാണിച്ചു തന്ന വളരെ വലിയ ഒരു ലീഡറാണ് ജനാർദ്ദൻ ബാബു സാർ. അദ്ദേഹം വളരെ വലിയ അച്ചീവ്മെന്റുകൾ നേടിയ ഒരാളാണ്. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ ഏർലി ബേർഡ് ഓഫർ അച്ചീവ് ചെയ്ത നമ്മുടെ ഒത്തിരി പാർട്ട്നേഴ്സ് എല്ലാവരെയും ഈ ഒരു സമയത്ത് ഞാൻ വളരെയേറെ അഭിനന്ദിക്കുകയാണ്. ഡിയർ പാർട്ട്നേഴ്സ്, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എന്റെ പ്രിയപ്പെട്ട ജനാർദ്ദൻ ബാബു സാറിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. സർ, പ്ലീസ് വെൽക്കം സർ. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു സർ. ഓഡിബിൾ ആണല്ലോ സാർ? ഓഡിബിൾ ആണല്ലോ? ഓഡിബിൾ ആണ് സർ. ഓക്കെ, സൗണ്ട് ക്ലിയർ ആണ് സർ. ക്ലിയർ. ഓക്കെ. എല്ലാ പേൾ വൈൻ പാർട്ട്നേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഒരു വലിയൊരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിന് നിങ്ങൾക്ക് വന്നുപെടാൻ സാധിച്ചതിൽ ഞാൻ ആദ്യമായിട്ട് ഈശ്വരനെ സ്മരിക്കുകയാണ്. ഓർക്കുക, ഇവിടെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പറ്റം ലീഡർമാരുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഗ്രൂപ്പുകളുണ്ട് ഇവിടെ. നമുക്ക് വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, ചൊവ്വാഴ്ച തമിഴിൽ മീറ്റിംഗ്. അപ്പോ ഇത് 186ാമത് കണ്ണൂർ ടീമിന്റെ അവരാണിത് സ്പോൺസർ ചെയ്യുക. അപ്പൊ ആദ്യമായിട്ട് ഷാജി സാറിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ്. പാർട്ട്നേഴ്സ് ക്ലബിന് ഞാൻ നന്ദി പറയുകയാണ്. എല്ലാ ലീഡർമാരെയും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഗ്രേറ്റ് ലീഡർ അശോകൻ സാറ്, അതുപോലെ മനീഷ്, അതുപോലെ എല്ലാവരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എല്ലാ ലീഡർമാർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മെ വിട്ടുപിരിഞ്ഞ സുരേഷ് പണിക്കർ സാറ് വളരെയധികം ത്യാഗപൂർണമായി നമുക്ക് ഈ സിസ്റ്റത്തെ കുറിച്ച് പഠിപ്പിച്ചു തന്ന സാറാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിലൂടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ മീറ്റിംഗിലിരിക്കുന്ന ഓരോ വ്യക്തികളും ഈശ്വരനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് ഞാൻ പറയും. കാര്യം നമുക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന ഈ അസുലഭമായ എന്ന് പറയുമ്പോൾ ഒരിക്കലും മറ്റൊരു സിസ്റ്റമായി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സാർ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾ ജനിച്ചത് പുണ്യം ചെയ്ത സമയത്താണെന്ന് ഓർക്കുക. ഇവിടെ വളരെ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തിലെ എന്തെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ പറ്റുന്ന അതിമനോഹരമായ, ഇന്നുവരെ പരാജയപ്പെടാത്തൊരു ഗ്രൂപ്പ്. എന്തെല്ലാം പ്രോജക്റ്റുകൾ ഇവർ കൊണ്ടുവന്നിട്ടുണ്ടോ അതിലെല്ലാം വിജയങ്ങൾ മാത്രം കൊയ്തിട്ടുള്ള, ലോകത്തിന്റെ ഉത്തുംഗത്തിലിരിക്കുന്ന, ലോകത്തെ നയിക്കുന്ന, ലോകത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന വലിയ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്നുള്ള എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഈ സിസ്റ്റം നൽകിയ നമ്മുടെ ദൈവതുല്യനായ ഡോക്ടർ ഡാനിയൽ ജോൺസൺ സാറിനെ സ്മരിച്ചുകൊണ്ട്, അത് അദ്ദേഹത്തിന് ദീർഘായുസ് നൽകട്ടെ, ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കാര്യം അദ്ദേഹത്തെ ദൈവതുല്യനായി തന്നെ കാരണം അത്ര ഒരു മാജിക്കലായ ഒരു സിസ്റ്റമാണ് നമുക്ക് ഈശ്വരൻ ഇവിടെ നമുക്ക് ഈ പേൾ വൈൻ ഇന്റർനാഷണൽ നൽകിയിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു പ്ലാറ്റ്ഫോം അല്ല, ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ്. ലോകത്തിലെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം നമുക്ക് വേറെ കാണിച്ചു തരാൻ സാധിക്കില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഈ ഡോക്ടർ ഡാനിയൽ ജോൺസന്റെ വിഷണറി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ് അദ്ദേഹത്തിന്റെ ഐഡിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായിരിക്കുന്ന വ്യക്തികളെ സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ഗെറ്റ് എ ഫിനാൻഷ്യൽ ഫ്രീഡം ഫോർ ലൈഫ് ടൈമാണ്. ഇപ്പോ നമ്മൾക്കറിയാം, ലോകത്തിലുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ
95% ആൾക്കാരും ഒന്നെങ്കിൽ അവര് ജോബിലായിരിക്കും, ജോലിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. രണ്ടാമത് സ്വയം തൊഴിലാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ബിസിനസ്സിലും ഇൻവെസ്റ്റർ റോളിലും വരുന്നത്. ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഒരു ഇൻവെസ്റ്ററായി നിന്നുകൊണ്ട് എന്ന് പറയുമ്പോൾ വേറെ ഏത് സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്താലും അവിടെ നമ്മുടെ എഫേർട്ട് 80% ഇടേണ്ടി വരും. അവിടെ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 20% മാത്രമാണ്. ഈ മനോഹരമായ സിസ്റ്റത്തിനകത്തുള്ള പ്രത്യേകത നിങ്ങൾ ബേസിക് ആയിട്ട് അറിയേണ്ടത്, ഇവിടെ 80% ഇതൊരു സിസ്റ്റമാണ്, നോട്ട് എ കമ്പനി. അപ്പോൾ ഈ സിസ്റ്റമാണ് 80% നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആകെ 20% എഫേർട്ട് മാത്രമേ ഉള്ളൂ. അതാണ് ഈ മനോഹരമായ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഏതൊരു വ്യക്തിക്ക് ഇവിടെ വിജയിക്കാൻ പറ്റും. കാര്യം ഇത് നമ്മളെ നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മളിത് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെയൊക്കെ ഷെയർ ചെയ്താൽ മതി. ഒരാളോട് നമ്മളിത് നിർബന്ധിക്കേണ്ട കാര്യമില്ല. കാര്യം ഇത്ര മനോഹരമായ ഒരു സിസ്റ്റം നമുക്കിനി ലഭിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം ഈ സിസ്റ്റത്തിന്റെ കാര്യം, ധാരാളം പ്രസ്ഥാനങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തല്ലേ നമ്മുടെ സംസ്ഥാനത്ത് വന്ന് ധാരാളം ആൾക്കാരെ പറ്റിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്ത് ധാരാളം ആൾക്കാർക്ക് സംശയങ്ങളുണ്ടാവും. അത് സ്വാഭാവികമാണ്. കാര്യം ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടേ പേടിക്കും എന്ന് പറയുന്ന പോലെ ധാരാളം കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് ശരിയായ അന്വേഷണവും പഠനവും നടത്താതെ നമ്മുടെ കയ്യിരിക്കുന്ന പൈസ, നമ്മൾ കഷ്ടപ്പെട്ട് വിലയെടുത്തുണ്ടാക്കിയ പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അവിടെ പെട്ടുപോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഗ്രൂപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മ ചെയ്യുന്നത് നല്ലൊരു അവയർനെസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അവരെ കുറിച്ചിട്ട് നല്ല അവയർനെസ് കൊടുക്കുന്നു. ആ സിസ്റ്റം നല്ലതാണെന്ന് തിരിച്ചറിയാനുള്ള മീറ്റിംഗ് കൊടുക്കുന്നു. ഓരോ സമയങ്ങളും സിസ്റ്റം നമുക്ക് നൽകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ക്ലാസുകൾ കൊടുക്കുന്നു. അതാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരാളെയും നമ്മൾ നിർബന്ധിക്കേണ്ട കാര്യമില്ല. അപ്പോ ഈ സിസ്റ്റത്തിന്റെ പുറകിൽ ആരാണെന്നാണ് ആദ്യം അറിയേണ്ടത്. പേൾവൈൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ലോകത്തിലെ അമേരിക്കയിലെ 13 അതിസമ്പന്നന്മാരായ ഫാമിലീസാണ്. അവരറിയപ്പെടുന്നത് റോത്ത്ഷൈൽഡ് ഫാമിലി എന്നറിയപ്പെടും, അല്ലെങ്കിൽ സീക്രട്ട് ഫാമിലി എന്നറിയപ്പെടുന്നു. 14-ാം നൂറ്റാണ്ടില് ബാങ്കിംഗ് മേഖലയിൽ സജീവമായി നിന്ന ഗ്രൂപ്പാണ് ഇവര്. അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് ബാങ്കിംഗ് ആരംഭിക്കുന്ന ഇവരാണ്. 300 വർഷങ്ങൾക്ക് മുമ്പ് ആലോചിച്ച് നോക്കുക, നമ്മൾ ആരെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോ അതുപോലെ തന്നെ നമുക്കറിയാം, ഇവരാണ് അമേരിക്കന്റെ ഡോളർ എന്ന് പറഞ്ഞ കറൻസി കൊണ്ടുവന്നത്. അതിനുശേഷമാണ് അമേരിക്കൻ ഗവൺമെന്റ് ആ കറൻസിയെ അവരുടെ രാജ്യത്തിന്റെ കറൻസിയായി അംഗീകരിക്കുകയും ഇപ്പോഴും ഈ കറൻസിയുടെ 80% കസ്റ്റോഡിയൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത് പേൾവൈൻ ഇന്റർനാഷണൽ തന്നെയാണ്. കാര്യം നമുക്കറിയാം, കപ്പൽ മാർഗവും വിമാനമാർഗവും ട്രേഡ് നടക്കുമ്പോൾ, കച്ചവടം നടക്കുമ്പോൾ അതിന്റെ പണം കൊടുക്കുന്നത് ഡോളറിലാണ്. ഇപ്പോഴും ഭൂരിഭാഗവും ഡോളറിലാണ്. മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോഴും ഡോളറിലാണ് വിനിമയം ചെയ്യുന്നത്. അപ്പോ ലോക സമ്പദ്ഘടനയെ ചലിപ്പിക്കുന്ന വലിയൊരു ഗ്രൂപ്പാണിത്. ഇവരാണ് അമേരിക്ക, നമുക്കറിയാം പനാമ കനാലിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ പുറയിലെ ഫണ്ടിങ് ഇവരാണ്. അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രസ്ഥാനത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ക്രിപ്റ്റോ കറൻസിയിലെ രാജാവായിട്ട് അറിയപ്പെടുന്ന കറൻസിയാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും അതിന്റെ ഗ്രൂപ്പിനെ ഉണ്ടാക്കിയതും ഇവരാണ്. അതുപോലെ രണ്ടാമത്തെ കറൻസിയായ എത്തേറിയം എന്ന് പറഞ്ഞ കറൻസിയുടെയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതും അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത ഇവരാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കറൻസിയായ USDT. അപ്പൊ ഇത് ക്രിപ്റ്റോ കറൻസിയുടെ മേഖലയിലെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു മാസത്തെ ടേൺ ഓവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, കഴിഞ്ഞ വർഷങ്ങളിൽ അത് 1 ലക്ഷം കോടി ആയിരുന്നെങ്കിൽ ഇപ്പൊ 2 ലക്ഷം കോടി കഴിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അതിൽ ആദ്യത്തെ 3 കറൻസികളായ ഈ ഗ്രൂപ്പിന്റെ, ഈ പേൾവൈൻ ഇന്റർനാഷണലിന്റേതാണ് ഈ പറയുന്ന ആദ്യം പറഞ്ഞ ബിറ്റ്കോയിനും എത്തേറിയവും അതുപോലെ തന്നെ USDTയും. ഇത് ഏറ്റവും ആധുനികമായി, ഇപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്ന കറൻസി അതിനേക്കാൾ ഏറ്റവും വലിയ ടെക്നോളജി ആഡ് ചെയ്ത് ഇന്നോളം വന്നിട്ടുള്ള ക്രിപ്റ്റോ കറൻസികളുടെ ടെക്നോളജി ആഡ് ചെയ്തതാണ് PVC മെറ്റ. അപ്പോൾ ഇത്ര വലിയൊരു പ്രോജക്റ്റാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു പ്രസ്ഥാനമായിട്ടല്ല നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇവരാണ് ലോക സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്നത് മനസ്സിലാക്കുക. നമുക്ക് സൈറ്റിൽ കയറിയിട്ട് ഗൂഗിൾ കയറിയിട്ട് നമുക്ക് അടിച്ചു നോക്കിയാൽ മതി, ഹിസ്റ്ററി ഓഫ് റോത്ത്ഷൈൽഡ് ഫാമിലി അല്ലെങ്കിൽ സീക്രട്ട് ഫാമിലി എന്ന് അടിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവരുടെ മൊത്തം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും.
അപ്പൊ ഇത്ര വലിയൊരു പ്രസ്ഥാനമാണ്. ഒരിക്കലും നമുക്ക് അതിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് സംശയിക്കേണ്ട കാര്യമില്ല. ഇതിനേക്കാൾ വലിയൊരു പ്രസ്ഥാനം നമുക്കിനി കിട്ടുവാനുമില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അതാണ് ആദ്യമായിട്ട് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ചെറിയ ഒരു പ്രസ്ഥാനമൊന്നുമല്ല. അപ്പോ ഇനി നമ്മൾ അറിയേണ്ടത് ഈ പ്രോജക്റ്റ് എന്നാണ് തുടങ്ങിയത്. നമുക്കറിയാം ഡോക്ടർ ഡാനിയൽ ജോൺസൺ അദ്ദേഹം മാത്തമാറ്റിക്കൽ സയന്റിസ്റ്റും ഒപ്പം മാത്തമാറ്റിക്സിലെ നൊബൽ പ്രൈസ് വിന്നറുമാണ്. അപ്പോ ഈ മനോഹരമായ പ്രോജക്റ്റ് അദ്ദേഹമാണ് കൊണ്ടുവന്നത്. ഇതില് 6 ട്രില്യൺ കോടി പ്രോജക്റ്റുകളുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത്. ഇത് ആരംഭിച്ചത് 2015 നവംബർ 28 അമേരിക്കയിലെ ഓസ്റ്റിൻ ടെക്സാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോ ആദ്യത്തെ ആ പ്രോജക്റ്റ് അതാണ് ഡിജിറ്റൽ കറൻസി. DP പ്രോഗ്രാം എന്നാണ് അറിയപ്പെടുന്നത്. അത് റിവാർഡ് ക്രൗഡ് ഫണ്ടിംഗ് ആണ്. 100% ആയിട്ട് വിതരണം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇനി രണ്ടാമത്തേത് ക്രിപ്റ്റോ കറൻസിയാണ്. അത് ആരംഭിച്ച് 2022 ജൂലൈ